ഹലോ കൂട്ടുകാരെ, വെറും 5 മിനിറ്റിൽ വീട്ടിലിരുന്ന് നിർമ്മിക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു പേപ്പർ റോസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. വെറും ഒരു പേപ്പറും കത്രികയും ഉണ്ടെങ്കിൽ ആർക്കും വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഞാനിത് ഉണ്ടാക്കാനായിട്ട് കളർ പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരു കളർ പേപ്പർ എടുത്ത് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ വീഡിയോയിൽ കാണുന്ന ഈ ഒരു മോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പെൻസിൽ ഉപയോഗിച്ച് ഇതുപോലെ അതിനെ അടയാളപ്പെടുത്തി കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് വട്ടം വരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ധാരാളം സർക്കിൾസ് നമുക്ക് കിട്ടും. കണ്ടില്ലേ, സർക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ധാരാളം ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ സൈസിലുള്ള ഗ്ലാസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിന് പകരം വല്ല ചെറിയ ബോട്ടിലോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഓരോ സർക്കിൾസും എടുത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് വട്ടത്തിൽ ഒട്ടിച്ചെടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ നൽകുമ്പോഴും അതുപോലെ തന്നെ വീട് അലങ്കരിക്കുമ്പോഴും എല്ലാം നമുക്ക് ഈ പേപ്പർ റോസ് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഇതുപോലെ ചെയ്തെടുക്കുന്ന റോസ് ഏത് ചെറിയ കുട്ടിക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ സർക്കിൾസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് മുഴുവനും ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ A4 സൈസിലുള്ള 5 പേപ്പർ എനിക്ക് ആവശ്യമായി വന്നിട്ടുണ്ട് കേട്ടോ. വലിയ പൂക്കളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് 5ൽ കൂടുതൽ പേപ്പർ ആവശ്യമായിട്ട് വരും. എന്നാൽ ഇതിലും ചെറുതാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിലോ ഒരു 3 പേപ്പർ വെച്ച് നമുക്ക് ചെറുത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വർക്ക് എക്സ്പീരിയൻസിനൊക്കെ ഇതുപോലുള്ളവ ഉണ്ടാക്കിയെടുക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ ഈ ഗ്ലാസിൻ്റെ നടുവിൽ കാണുന്ന ആ റൗണ്ട് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് തീരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, എന്ത് ഭംഗിയാ കാണാനെന്നാ. ഇനി നമുക്ക് ഇതൊന്ന് വേർതിരിച്ചെടുക്കാം. ഈ ഗ്ലാസ് ഇതിൽ നിന്നും എടുത്തു മാറ്റാം. കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഈ ചുറ്റിൽ കുറച്ച് വിടവുണ്ട്, അതിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ കാണാൻ എന്ത് ഭംഗിയാലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അതെ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടുതൽ ക്രാഫ്റ്റ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.